നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന മുദ്രാവാക്യമുയർത്തി SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഖഫ് ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം നടന്ന പ്രതിഷേധ പരിപാടി SDPI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിയാസ് കെ പൊന്നാട് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് നോർത്ത് സൗത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളമരം കരീം JPHന്മാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി. കേരള കാർഷിക വകുപ്പിന്റെ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചുവന്ന വേസ്റ്റ് ടു ആർട്ട് പരിപാടിയുടെ ഭാഗമായുള്ള പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വിസ്മയം തീർത്ത പ്രദർശനം ശ്രദ്ധേയമായി. ടെക്ജൻഷ്യ CEO ജോയ് സെബാസ്റ്റ്യൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷനായി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടിനെതിരെയും ആലപ്പുഴ നഗരസഭാ ഭരണത്തിനെതിരെയും കോൺഗ്രസ് സൗത്ത് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും നിയമസഭയിൽ പറഞ്ഞത് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ഇതാ അതിജീവിച്ചുകൊണ്ട് അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇതാ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്നാണ്. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ അദ്ദേഹം അവതരിപ്പിച്ച 3-4 ബഡ്ജറ്റുകൾ നമ്മുടെ മുമ്പാകെ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കുക. ആ ബഡ്ജറ്റുകളിൽ പറഞ്ഞതൊന്നും ഇതുവരെ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കിഫ്ബിയുടെ പേരിൽ ചിലത് നടന്നിട്ടുണ്ട്, പക്ഷെ അതിന് പുതിയ നികുതി വരാൻ പോവുകയാണ്. കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV മനോജ് കുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് P. സാബു സ്വാഗതം പറഞ്ഞു. തോമസ് ജോസഫ്, റീഗോ രാജു, സഞ്ജീവ് ഭട്ട്, G. മനോജ് കുമാർ, ബഷീർ കോയപ്പറമ്പൻ, സീനത്ത് നാസർ, ഷോളി സിത്തകുമാർ, ഷാജി ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന മുദ്രാവാക്യമുയർത്തി SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഖഫ് ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം നടന്ന പ്രതിഷേധ പരിപാടി SDPI ജില്ലാ പ്രസിഡന്റ് റിയാസ് കെ പൊന്നാട് ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി ബിൽ കത്തിച്ചു പ്രതിഷേധിച്ച് SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രംഗത്ത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപമാണ് SDPIയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചത്. വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധം എന്ന മുദ്രാവാക്യമുയർത്തി സംഘടനയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും വഖഫ് ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചത്. SDPI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിയാസ് കെ പൊന്നാട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിലും അതോടൊപ്പം തന്നെ ബീഹാറിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം 17-ാം തീയതി കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് വെച്ചിട്ട് ഒരു വലിയ സമ്മേളനം നടക്കുന്നു, തെക്കൻ മേഖലാ സമ്മേളനം നടക്കുന്നു. അതോടൊപ്പം തന്നെ വടക്കൻ മേഖലാ സമ്മേളനം ഫെബ്രുവരി 19-ാം തീയതി മലപ്പുറത്ത് വെച്ചിട്ടുണ്ട് സമ്മേളനങ്ങൾ നടത്തുന്നു. അപ്പം ഇന്ന് വൈകുന്നേരം വ്യാപകമായിട്ട് ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ മുഴുവനും പ്രതിഷേധങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു തന്നെയാണ് നമ്മൾ ഇന്നലെ തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ വഖഫ് ബില്ലിനെതിരെ ശക്തമായ രീതിയിൽ എല്ലാവരും ജനസമൂഹങ്ങൾ ഒന്നിച്ചൊരുമിച്ച് മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് SDPI ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പണ്ടാനം, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ നാസർ പഴയങ്ങാടി, M. സാലിം, ജില്ലാ സെക്രട്ടറിമാരായ M. ജയരാജ്, അജ്മൽ അയ്യൂബ്, വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി റഹിയാനത്ത് സുധീർ, ജില്ലാ പ്രസിഡന്റ് ഷീജ നൌഷാദ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. എളമരം കരീം JPHന്മാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ച് കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി.
എളമരം കരീം JPHന്മാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കുക, മുന്നറിയിപ്പില്ലാതെ NHM ഇടയ്ക്കിടെ ഇറക്കുന്ന സർക്കുലറുകൾ നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ജില്ലാ NHM ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് പുലോമജ സിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുളയിലെ അതായത് നമുക്കുണ്ടായ ഈ ബുദ്ധിമുട്ട് പണ്ടുണ്ടായിരുന്നു എങ്കിലും വളരെയധികം ശബ്ദങ്ങൾ നമ്മൾ പുറപ്പെടുവിച്ചാണ്. ആ ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തത്. വളരെ സങ്കടമുണ്ട്. ഇനിയും നമുക്കിത് അനുവദിച്ചുകൂടാ. കാര്യം തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, മാനസിക പ്രശ്നങ്ങള്, ഇവയൊക്കെ നമ്മുടെ ജോലിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പേപ്പറുകളിലും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണുകയാണ്. ഇതിനെ നമുക്ക് മാറ്റിമറിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ജോലി സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മേരി സൈമൺ, ലേഡി ഹെൽത്ത് സൂപ്പർവൈസേഴ്സായ ശശികല, സിന്ധു, JPHN രഞ്ജിനി ദേവി, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ റുബീന എന്നിവർ സംസാരിച്ചു. NHM നീതി പാലിക്കുക, ആശാമാരുടെ മേൽനോട്ടം JPHന്മാരിൽ നിന്നും ഒഴിവാക്കുക, EC-MAN ഡേറ്റ എൻട്രി JPNമാരിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ സമരത്തിൽ ഉന്നയിച്ചു. കേരള കാർഷിക വകുപ്പിന്റെ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കേരള കാർഷിക വകുപ്പിന്റെ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലയുടെ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലയുടെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയുടെ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റ്, നമുക്കെല്ലാം സുപരിചിതമാണ് ആ ഒരു ബ്രാൻഡ്. ആ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റിൻ്റെ ആലപ്പുഴ ജില്ലയുടെ ഉദ്ഘാടനം കായംകുളത്ത് വെച്ചിട്ട്, കായംകുളം രണ്ടാംകുറ്റി പുനലൂർ റോഡിൽ രണ്ടാംകുറ്റിക്കും മൂന്നാംകുറ്റിക്കും ഇടയിൽ ചാങ്ങേത്ര ജംഗ്ഷനിലുള്ള ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. അത് 2025 ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അവർകളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങ് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മറക്കാം ലഹരിയെ ജീവിക്കാം കൃഷിയിലൂടെ എന്ന ആശയത്തിലൂന്നിയാണ് ഇത്തരത്തിൽ ഒരു വേറിട്ട പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതെന്നും ചടങ്ങിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുമെന്നും ചെയർമാൻ N. സുകുമാരപിള്ള, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ R. രഞ്ജിത്ത്, ഡയറക്ടർ ബോർഡ് അംഗം M. അയ്യൂബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരുന്ന വേസ്റ്റ് ടു ആർട്ട് പരിപാടിയുടെ ഭാഗമായുള്ള പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വിസ്മയം തീർത്ത പ്രദർശനം ശ്രദ്ധേയമായി. ടെക്ജൻഷ്യ CEO ജോയി സെബാസ്റ്റ്യൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അധ്യക്ഷനായി. ആലപ്പുഴ നഗരസഭയുടെ സ്വച്ഛ് സർവേക്ഷൻ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നഗരത്തിലെ സ്കൂളുകളിൽ സംഘടിപ്പിച്ച വേസ്റ്റ് ടു ആർട്ട് മത്സരത്തിൽ കുട്ടികൾ രൂപകൽപ്പന ചെയ്ത കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നഗരത്തിലെ തിരഞ്ഞെടുത്ത ഹരിത സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇന്ത്യ ഇന്നോവേഷൻ ചലഞ്ച് ജേതാവും ടെക്ജൻഷ്യ CEOയുമായ ജോയി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്സ്യലി വിൽക്കാവുന്ന പ്രോഡക്റ്റുകളാണ് നമ്മുടെ കരകൗശല വസ്തുക്കളുടെ കൂട്ടത്തിൽ വെച്ച് ഒരു പ്രത്യേക സെക്ഷനാക്കി മാറ്റി. എനിക്ക് തോന്നുന്നു ടൂറിസവും ഇവിടെ ഉള്ളതുകൊണ്ട് ടൂറിസം കാര്യങ്ങൾക്കായി വരുന്നവരുടെ ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെമ്മോറിയൽ വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്ന്. ആലപ്പുഴയ്ക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ കൊടുക്കാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ വേസ്റ്റിനെ എങ്ങനെ ഒരു റീയൂസബിൾ കരകൗശല വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതിന്റെ മെമ്മോറിയൽ നഗരസഭ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സ്വാപ്പ് ഷോപ്പ് പോലെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. കുട്ടികളുടെ, പ്രത്യേകം കുട്ടികളുടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, R. വിനിത, നസീർ പുന്നക്കൽ, NG സതീദേവി,
കൗൺസിലർമാരായ DP മധു, സലീം മുല്ലാത്ത്, മോനിഷ, ജ്യോതി, രാഖി, സുമം സ്കന്ദൻ, പി റഹിയാനത്ത്, ഹെലൻ ഫെർണാണ്ടസ്, മാലിന്യമുക്തം ജില്ലാ നോഡൽ ഓഫീസർ KS ഷിബു, നഗരസഭാ ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞാഷാൻ, നഗരസഭാ സെക്രട്ടറി A സുരേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച് പ്രദർശിപ്പിച്ച കരകൗശല വസ്തുക്കൾ പരിപാടിയുടെ മാറ്റുകൂട്ടി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശത്തെ ഉപ്പുവെള്ളം നിയന്ത്രിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുക, നെല്ലിന്റെ വില 35 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശത്തെ ഉപ്പുവെള്ളം നിയന്ത്രിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുക, നെല്ലിന്റെ വില 35 രൂപയാക്കി വർദ്ധിപ്പിക്കുക, നെൽകർഷകരുടെ പമ്പിംഗ് കുടിശ്ശിക അടക്കമുള്ള സബ്സിഡികൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിൽ നവംബർ ഡിസംബർ മാസത്തിൽ ഓരുമുട്ടുകൾ സ്ഥാപിച്ചില്ല എങ്കിൽ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ, അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഓരുവെള്ളം കയറുമെന്ന കാര്യം കുട്ടനാട്ടിൽ ജനിച്ച് ജീവിച്ച ഓരോ മനുഷ്യനും അറിയാവുന്നതാണ്. പ്രിയങ്കരനായ കൃഷിമന്ത്രി, കുട്ടനാട്ടിലെ കൃഷിമന്ത്രി, ആലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധി, ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രി P പ്രസാദ് കൃഷി മന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് നവംബർ ഡിസംബർ മാസത്ത് ശരിയായ രീതിയിൽ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ വകുപ്പുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകി, ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി ഓരുമുട്ടുകൾ കറക്റ്റായി സ്ഥാപിച്ച് ഓരുവെള്ളം തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യക്തമായി അറിയുന്ന ആലപ്പുഴക്കാരനായ ഒരു മന്ത്രി ഈ രാജ്യം ഭരിക്കുമ്പോൾ, ഈ നാട് ഭരിക്കുമ്പോൾ, ഈ കൃഷി വകുപ്പ് ഭരിക്കുമ്പോൾ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷകർ ഓരുവെള്ളം കയറി അവരുടെ കൃഷി നശിക്കുന്നു, അവരുടെ വിളവ് കുറയുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അവഗണനയാണ് ഈ കൃഷി മന്ത്രി ഈ കർഷക സമൂഹത്തിന് നൽകുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ A ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ മുഞ്ഞനാട് രാമചന്ദ്രൻ, ചിറപ്പുറത്ത് മുരളി, അലക്സ് മാത്യു, ജോർജ് കാരത്ര, വേണുഗോപാൽ, റോയി ചെട്ടികുളങ്ങര, അനിൽ, സന്തോഷ്, തോമസ് കുട്ടി, കട്ടച്ചിറ താഹ, ഇല്ലിക്കൽ ശ്രീകുമാർ, ലാലിച്ചൻ പള്ളിവാതിക്കൽ, ശ്രീജിത്ത് പത്തിയൂർ, മുനമ്പത്ത് ശിഹാബ്, ജോസ് തുമ്പയിൽ, സീമ, ബിനു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന മുദ്രാവാക്യമുയർത്തി SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഖഫ് ബിൽ കത്തിച്ച് പ്രതിഷേധിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം നടന്ന പ്രതിഷേധ പരിപാടി SDPI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിയാസ് K പൊന്നാട് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് നോർത്ത് സൗത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളമരം കരീം JPHന്മാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി. കേരള കാർഷിക വകുപ്പിന്റെ ഫാം പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വന്ന വേസ്റ്റ് ടു ആർട്ട് പരിപാടിയുടെ ഭാഗമായുള്ള പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വിസ്മയം തീർത്ത പ്രദർശനം ശ്രദ്ധേയമായി. ടെക്ജൻഷ്യ CEO ജോയ് സെബാസ്റ്റ്യൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.